നമസ്കാരം, ഞാൻ ദീപ്തി നായർ. എല്ലാവർക്കും എയിമ ന്യൂസ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. IMA News Weekly Roundup, brought to you by Western Group of Companies and Ye1 Coatings Private Limited. കേരളപ്പിറവി ദിനം സമുചിതമായി ആഘോഷിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ. കൂടുതൽ വിവരങ്ങളും കേരളപ്പിറവിയോടനുബന്ധിച്ച് എയിമ നടത്തിയ മത്സരങ്ങളുടെ ഫലവും വിശദമായ വാർത്തകളിൽ. മലയാളം മിഷൻ രാജസ്ഥാൻ നോർത്ത് ചാപ്റ്ററിന്റെയും മലയാളി സമാജം ഭിവാഡിയുടെയും നേതൃത്വത്തിൽ കേരളപ്പിറവി ആഘോഷിച്ചു. എയിമ അംഗസംഘടനയായ ഫരീദാബാദ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കലോത്സവവും കേരളപ്പിറവി ആഘോഷവും. എയിമ ഗുജറാത്ത് ഘടകം കരിയർ ആൻഡ് എക്സൈറ്റ്മെന്റ് എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. ഒക്ടോബർ 24-നായിരുന്നു വെബിനാർ. ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയുടെ ഭാഗമായി പാറ്റ്നയിലെത്തിയ ശ്രീ ഗോപിനാഥ മുതുകാടിനും സംഘത്തിനും എയിമ ബീഹാർ ഘടകത്തിന്റെയും കേരള അസോസിയേഷൻ ബീഹാറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. എയിമ ഗോവ ഘടകം വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ബോഗ്മലോ ഓൾഡ് ഏജ് ഹോം അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. എയിമ പശ്ചിമബംഗാൾ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അവരുടെ ആഗ്രഹപ്രകാരമുള്ള ഭക്ഷണം നൽകി നവംബർ മാസത്തിലെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി നടപ്പാക്കി. രാമധർമ്മ പ്രചാരസഭ ഹൈദരാബാദിൽ ഹിന്ദു സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഭാഗമായി വടക്കൻ മലബാറിന്റെ തനത് അനുഷ്ഠാന കലയായ തെയ്യവും ഉണ്ടായിരുന്നു. എയിമ ഗുജറാത്ത് യൂണിറ്റ് ബറോഡ നായർ വെൽഫെയർ അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി നവംബർ 10 വഡോദരയിൽ നടത്തി. ആസാം ഗവർണർക്കും സംസ്ഥാന സർക്കാരിനുമൊപ്പം കേരളപ്പിറവി ആഘോഷിച്ച് എയിമ ആസാം ഘടകം. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയം മുൻനിർത്തി നവംബർ 9 കേരളപ്പിറവി ദിനം വിവിധ സംസ്ഥാനങ്ങളുടെ രൂപീകരണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇറ്റാനഗറിൽ ആഘോഷിച്ചു. എയിമ രാജസ്ഥാൻ ഘടകവും കേരള ഇന്റർനാഷണൽ കോവിലൻ സ്റ്റഡി ഗ്രൂപ്പും സംയുക്തമായി കോവിലൻ അനുസ്മരണ പ്രഭാഷണം ജയ്പൂരിൽ സംഘടിപ്പിച്ചു. എയിമ വോയിസ് കർണാടക സംസ്ഥാനതല സംഗീത മത്സരം 5ാം സീസൺ നവംബർ 24 മുതൽ. ഡൽഹി രാജ്യാന്തര കഥകളി കേന്ദ്രത്തിനു കീഴിലുള്ള കഥകളി സ്കൂളിന്റെ വാർഷികം സമുചിതമായി ആഘോഷിച്ചു. 10 സംസ്ഥാനങ്ങളുടെയും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും രൂപീകരണ ദിനം ഡൽഹി രാജ്ഭവനിൽ ആഘോഷിച്ചു. ജനസംസ്കൃതി സർഗോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ കാനിങ്ങ റോഡ് കേരള സ്കൂളിലെ മഹാത്മാഗാന്ധി നഗറിൽ നടന്നു. കവിയും ഗാനരചയിതാവും ലോക റെക്കോർഡ് ജേതാവുമായ ദീപു ആർ.എസ്. ചടയമംഗലത്തിന് ഭാരതശ്രീ ദേശീയ അവാർഡ് ലഭിച്ചു. നോയിഡ അയ്യപ്പ സേവാ സമിതിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഡൽഹി കലാ കേരളത്തിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന സ്ഥാനമേറ്റു. നോർക്ക ട്രിപ്പിൾ വിൻ 500+ ആഘോഷം സംഘടിപ്പിച്ചു. അഭിമാനകരമായ നേട്ടമെന്ന് പി. ശ്രീരാമകൃഷ്ണൻ. കേരള സമാജം ജാംഷഡ്പൂർ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജാംഷഡ്പൂരിലെ മുൻകാല മലയാളികളുടെ അപൂർവ സംഗമം കൊച്ചിയിൽ നടന്നു. ചില മാനസിക വൈകല്യങ്ങൾ ഭക്ഷണരീതികളെ ബാധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ. ഉലകനായകൻ എന്ന പുകഴ്ത്തൽ വേണ്ടെന്ന് കമലഹാസൻ. ഡൽഹി മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവം നവംബർ 16 മുതൽ ഡിസംബർ 26 വരെ. ഭക്തിയുടെ വഴിയിലൂടെ മണ്ഡലകാലത്തിന് തുടക്കം. ശബരിമലയിലേക്ക് തീർത്ഥാടനം ആരംഭിച്ചു.
Western Group, India's leading industrial corporation, your dependable partner towards growth. Established in 2001, we are committed to quality, trust, and innovation. At Western, we constantly strive to upgrade our processes and services, incorporating international developments to offer world-class products. Our product range is versatile and robust, including cutting-edge electrical panels, industrial-heavy electrical equipment, supermarket racking solutions, and manufacturing of stainless steel wall flanges, all designed with precision and quality. With 20 years of experience, Western's vision is to earn customer trust and delight, tirelessly serving consumers to the best of our abilities. കേരളപ്പിറവി ദിനം സമുചിതമായി ആഘോഷിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ. കൂടുതൽ വിവരങ്ങളും കേരളപ്പിറവിയോടനുബന്ധിച്ച് എയിമ നടത്തിയ മത്സരങ്ങളുടെ ഫലവും വിശദമായ വാർത്തകളിൽ. ആവേശത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ പൈതൃകവും സംസ്കാരവും ഒപ്പം മലയാള ഭാഷയുടെ മധുരിമയും ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ആഘോഷങ്ങൾ. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന പരിപാടികൾ നവംബർ 10-നായിരുന്നു സംഘടിപ്പിച്ചത്. രാവിലെ കേരള ചരിത്രം, സംസ്കാരം, ഭാഷ, കേരളം പിന്നിട്ട നാഴികക്കല്ലുകൾ എന്നിവ ചർച്ചാവിഷയമായ ചോദ്യോത്തര മത്സരത്തിലൂടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച് 1 മണിക്ക് അവസാനിച്ച മത്സരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 75ഓളം പേർ പങ്കെടുത്തു. കേരളത്തെക്കുറിച്ചുള്ള അറിവുകൾ മാറ്റുരച്ച മത്സരത്തിൽ മത്സരാർത്ഥികൾ തങ്ങളുടെ മികവ് തെളിയിച്ചു. വൈകിട്ട് 6 മണിക്ക് പ്രാർത്ഥനയോടെയായിരുന്നു അടുത്ത സെഷൻ ആരംഭിച്ചത്. എയിമ നാഷണൽ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മലയാളി സമൂഹം കൈവരിച്ച നേട്ടങ്ങളെയും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചു. എയിമ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജും മറ്റ് ദേശീയ നേതാക്കളും കേരളപ്പിറവിയെ മലയാളികളുടെ ഐക്യത്തിന്റെ പ്രതീകവും അഭിമാനവുമാണെന്ന് വിവിധ സന്ദേശങ്ങളിലൂടെ പറഞ്ഞു. ശ്രീ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി പങ്കെടുത്ത് കേരളപ്പിറവി ആശംസകൾ അറിയിച്ചു. കേരളപ്പിറവി ദിനാഘോഷങ്ങളുടെ ഭാഗമായി എയിമ സംഘടിപ്പിച്ച മത്സരങ്ങളുടെ ഫലങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ക്വിസ് മത്സരത്തിൽ മധ്യപ്രദേശിൽ നിന്നുള്ള ഡോക്ടർ അഞ്ജു ഹുസൈൻ 17 മാർക്കോടെ 1-ാം സ്ഥാനം നേടിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഗോപികയ്ക്ക് 11 മാർക്കോടെ 2-ാം സമ്മാനവും തമിഴ്നാട്ടിൽ നിന്നുള്ള അർജുൻ 10 മാർക്കോടെ 3-ാം സ്ഥാനവും നേടി. ടീം ഇവന്റായ തിരുവാതിരകളി മത്സരത്തിൽ എയിമ ഡൽഹി 1-ാം സ്ഥാനവും എയിമ ഒഡീഷ, ഭുവനേശ്വർ വിംഗ് 2-ാം സ്ഥാനവും എയിമ രാജസ്ഥാൻ 3-ാം സ്ഥാനവും നേടി. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട എയിമ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. ഏറ്റവും അനുകൂലമായ ഒരു സമയത്താണ് ഞാൻ ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ എയിമയോടൊപ്പം ചേരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ സ്നേഹമസൃണമായ ചേർത്തുപിടിക്കലും തലോടലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നലെ അടക്കം പറ്റ്നയില് എയിമയായിരുന്നു ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, മിനിഞ്ഞാന്ന് ഗാങ്ടോക്കിൽ നിന്ന് രാവിലെ 3 മണിക്ക് പുറപ്പെട്ട് ഞങ്ങൾ രാത്രി എത്തുമ്പോൾ അവിടുത്തെ സംഘാടകരെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി 2 മണിക്കൂർ ദൂരം അങ്ങോട്ട് യാത്ര ചെയ്ത് ഞങ്ങൾ നയിച്ചു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, കേരളത്തിന്റെ സ്വന്തം ഇളനീര് വെട്ടി തന്നുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. കേരളപ്പിറവി എന്ന് പറയുന്ന സമയത്ത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 25 സംസ്ഥാനങ്ങളിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പല മേഖലകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ടും മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വളർന്നു വരുന്ന തലമുറയെ നമ്മുടെ ഭാഷയെയും നമ്മുടെ മണ്ണിന്റെ മണവും നമ്മുടെ അമ്മയുടെ മുലപ്പാലിന്റെ രുചിയും എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും പല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനാണ് ഇപ്പോ അതിന്റെ സാരഥികളാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. നാഗാലാൻഡിൽ വരെ ഇതിന്റെ അനുഭവം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മൾ പിറന്ന നാടിന്റെ മണവും ഗന്ധവും എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏതോ ഒരു പ്രദേശത്തു കൂടി വിമാനത്തിൽ പറന്നുകൊണ്ടിരുന്ന ഒരു വൈമാനികൻ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയ സമയത്ത് വിമാനത്തെ ഇങ്ങനെ പറത്തിയിട്ട് പറഞ്ഞു, തൊട്ടടുത്തിരിക്കുന്ന സഹ പൈലറ്റിനെ തോണ്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു, നോക്ക് താഴെ കാണുന്നില്ല ആ തടാകം, ആ തടാകത്തിന്റെ അരികിലാണ് എന്റെ വീട്. ഞാൻ കുട്ടിക്കാലത്ത് ആ തടാകത്തിന്റെ അരികിലിരുന്നുകൊണ്ട് ഒരു വള്ളി ട്രൗസർ ഇട്ട് മീൻ പിടിക്കുമായിരുന്നു, ചൂണ്ടയിട്ട് മീൻ പിടിക്കുമായിരുന്നു. അന്ന് ആകാശത്തു കൂടി പറന്നു പോകുന്ന ഈ വിമാനങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട്, ഒരിക്കലെങ്കിലും ആ വിമാനത്തിലൊന്ന് പറന്നു പോകാൻ സാധിച്ചെങ്കിൽ എന്നുള്ളത്. പക്ഷെ ഇന്ന് ഒരു വൈമാനികനായി തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിലം തൊടാൻ പോലും സമയമില്ലാതെ വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ കൊതിക്കുന്നത്
പഴയ വള്ളി ട്രൗസർ ഇട്ട് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആ തടാകത്തിന്റെ അരികിലിരുന്നിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊതിക്കുന്നു എന്ന് പറയാറുണ്ട്. സ്വാഭാവികമായും ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ പല മേഖലകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന, ബിസിനസ്സായിട്ടും ജോലിയായിട്ടും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പിറന്ന നാടിന്റെ ഗന്ധമോ പിറന്ന നാടിന്റെ സൗന്ദര്യമോ നമ്മുടെ നാട്ടുവഴികളോ നമ്മുടെ ഇടവഴികളോ നമ്മുടെ വേലി അടച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളോ ഒന്നും മറന്നു പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മലയാള മണ്ണിനെ, മലയാള ഭാഷയെ ചേർത്ത് പിടിക്കുന്ന മലയാളികളാണ് ഇപ്പോ എന്റെ മുമ്പിൽ ഈ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളം എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയാണ്, നമ്മുടെ സ്വന്തം അമ്മയുടെ ഭാഷയാണ്. അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോവില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനകത്തുള്ള മക്കൊണ്ട നഗരവും മഞ്ഞച്ചായം തേച്ച ചുമരുകളും മഞ്ഞശലഭങ്ങളും മഞ്ഞ പൂക്കളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് മാജിക്കൽ റിയലിസം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള പല ആളുകളുമുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ സൗന്ദര്യമാണ് നമ്മുടെ മലയാള ഭാഷയിൽ അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ എഴുതിയ ഈ വല്ലിയിൽ നിന്ന് ചെമ്മയെ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റയല്ലേ ഇതെല്ലാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മയുടെ ഭാഷ. ഒരു പൂവാണ്, പൂവിന്റെ ഇതളുകളാണ് പറന്നു പോകുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്ന കുട്ടിയോട് അത് പൂവിന്റെ ഇതളുകളല്ല കുഞ്ഞെ, അത് പൂമ്പാറ്റകളാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മയുടെ ഭാഷ, അതിനോളം വലിയ മാജിക്കൽ റിയലിസം ഇന്നുവരെ ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയുടെ, നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ഭാഷയുടെ മണവും രുചിയും എല്ലാം ഇന്ന് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് പല മേഖലകളിൽ വ്യാപരിക്കുന്ന നിങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കുകയും മലയാളിയെ സഹായിക്കുകയും മലയാള നാടിനെ സഹായിക്കുകയും കേരളത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് മലയാളികളെക്കാൾ, കേരളത്തിലുള്ള മലയാളികളെക്കാൾ കൂടുതൽ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ഈ സാരഥികളും കുടുംബാംഗങ്ങളും സംഘാംഗങ്ങളും എല്ലാവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാർവതി തന്നെ വിവാഹം ചെയ്യുവാൻ മാരാരിതാനും ചമഞ്ഞു പിന്നെ. പാർവതി തന്നെ വിവാഹം ചെയ്യുവാൻ മാരാരിതാനും ചമഞ്ഞു പിന്നെ. പൊന്മല രാജപുരത്തു ചെന്നു പാർവതി തന്നോടെ കൈപിടിച്ചു. പൊന്മല രാജപുരത്തു ചെന്നു
செய்வார் தப்பாமலே நாவில் நித்தியமும் உதவி செய்வார் சரஸ்வதியே சரணம் என் மீதில் நீ தயவுமாய் பிறந்திடம் சரஸ்வதியே சரணம் என் மீதில் நீ ദയവുമായി പിറന്നിടമ്മ. മലയാളം മിഷൻ രാജസ്ഥാൻ നോർത്ത് ചാപ്റ്ററിന്റെയും മലയാളി സമാജം ഭിവാഡിയുടെയും നേതൃത്വത്തിൽ കേരളപ്പിറവി ആഘോഷിച്ചു. ഭിവാഡി മലയാളി വെൽഫെയർ സമാജം, മലയാളം മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ 68ാമത് കേരളപ്പിറവി വാർഷികം മലയാളി വെൽഫെയർ സമാജം, മലയാളം മിഷൻ രാജസ്ഥാൻ നോർത്ത് ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ KR മനോജിന്റെ നേതൃത്വത്തിൽ ഗംഭീരമായി ആഘോഷിച്ചു. നവംബർ 10 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഭിവാഡിയിലെ ട്രീ ഹൌസിൽ നടന്ന പരിപാടി കേരളത്തിന്റെ ചരിത്രയാത്രയും സംസ്ഥാനത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകളെ എടുത്തുകാണിച്ചു. കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെ പ്രതീകമായി പരമ്പരാഗത വിളക്ക് തെളിയിക്കൽ ചടങ്ങോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ശിവദാസ് ബി നായർ സ്വാഗത പ്രസംഗവും തുടർന്ന് നടന്ന അധ്യക്ഷ പ്രസംഗം ശ്രീ KR മനോജും നടത്തി. ആഗോളതലത്തിൽ മലയാള ഭാഷയെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രവാസി മലയാളികൾക്കുള്ള നിർണായക പങ്കിനെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. നിർവാഹക സമിതി അംഗങ്ങളായ പ്രമോദ് കുമാർ, പുഷ്പരാജൻ, സുമേഷ്, ട്രഷറർ ഫിലിപ്പോസ് ഡാനിയൽ, ദേശീയ ജോയിന്റ് ട്രഷറർ പ്രശോഭ രാജൻ, രക്ഷാധികാരി ശ്രീ ഗോപിനാഥൻ, വൈസ് പ്രസിഡന്റ് ശ്രീ ശിവദാസ് ബി നായർ, ജോയിന്റ് സെക്രട്ടറി ശ്രീ വിഷ്ണു വി നായർ എന്നിവരുൾപ്പെടെയുള്ള അസോസിയേഷൻ ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ഷാജഹാൻ, പ്രതീഷ്, ലത ഗോപിനാഥൻ, കൃഷ്ണകുമാർ, അനൂപ് ഗോപിനാഥ്, അജി AP, യൂത്ത് വിംഗ് അംഗങ്ങളായ അഭിജിത്ത്, അഖിൽ, അർജുൻ, അഭിരാം തുടങ്ങിയവർ പരിപാടിക്കു സഹകരണം നൽകി. കവിതാ പാരായണം, കേരള ചരിത്ര അവതരണങ്ങൾ, ചോദ്യോത്തര വിഭാഗം, നാടൻ പാട്ടുകൾ, മറ്റു പരമ്പരാഗത കലാരൂപങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രകടനങ്ങൾ സദസ്സിനെ ആകർഷിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. രാജസ്ഥാനിലെ മലയാളികളുടെ ഐക്യവും സാംസ്കാരിക അഭിമാനവും പ്രകീർത്തിച്ച ചടങ്ങ് അവിസ്മരണീയമായ ഒത്തുചേരലായിരുന്നു. എയിമ അംഗസംഘടനയായ ഫരീദാബാദ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കലോത്സവവും കേരളപ്പിറവി ആഘോഷവും. ഫരീദാബാദ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കലോത്സവം 2024 സെക്ടർ 11C FMA ഭവനിൽ നടന്നു. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം FMA പ്രസിഡന്റ് KV ആന്റണി നിർവഹിച്ചു. കലാഭവൻ പ്രജിത്ത്, കൾച്ചറൽ വൈസ് പ്രസിഡന്റ് സതികുമാർ, ജനറൽ സെക്രട്ടറി മനോഹരൻ C, അഡീഷണൽ സെക്രട്ടറി എബ്രഹാം KP, മീഡിയ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ, യുവജന വിഭാഗം വൈസ് പ്രസിഡന്റ് രാഹുൽ രവി, വെൽഫെയർ സെക്രട്ടറി അജീഷ് തമ്പി, വിധികർത്താക്കളായ ഷാനു അരുൺ, ഗോപൻ, പുഷ്പ ഗോപൻ, നിത്യജിത്തു, ശ്രീപാർവതി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ലളിതഗാനം, സിനിമ ഗാനം, നാടൻപാട്ട്, പദ്യപാരായണം, ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, ഫാൻസി ഡ്രസ്, മോണോ ആർട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ വിവിധ ഏരിയകളിൽ നിന്നും നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഫരീദാബാദ് മലയാളി അസോസിയേഷൻ സ്ഥാപക ദിനവും കേരളപ്പിറവിയും ഹരിയാന ഡേയും സെക്ടർ 8 സെന്റ് തോമസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിച്ചു. വിവിധ ഏരിയകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി. സത്വം കളരി സംഘത്തിന്റെ കളരിപ്പേറ്റ് പ്രദർശനവും ശ്രുതില ലൈവ് ട്രൂപ്പിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. ആഘോഷ പരിപാടികൾ ബല്ലഭഗഡ് DCP കുശൽ പാൽ സിംഗ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. FMA പ്രസിഡന്റ് KV ആന്റണി, ജനറൽ സെക്രട്ടറി മനോഹരൻ C, CC അംഗം തമ്പി ജോർജ്, മലയാള മിഷൻ കോർഡിനേറ്റർ തോമസ് K തോമസ്, മീഡിയ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻചാർജ് BS വർഗീസ്, വെൽഫെയർ വൈസ് പ്രസിഡന്റ് തോമസ് വർഗീസ്, ഫിനാൻസ് വൈസ് പ്രസിഡന്റ് ജിബി ജേക്കബ്, കൾച്ചറൽ വൈസ് പ്രസിഡന്റ് സതികുമാർ, വുമൺ അഫയേഴ്സ് അഡീഷണൽ വൈസ് പ്രസിഡന്റ് ഉഷ സുരേഷ്, യുവജന വിഭാഗം വൈസ് പ്രസിഡന്റ് രാഹുൽ രവി, അഡീഷണൽ സെക്രട്ടറി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. എയിമ ഗുജറാത്ത് ഘടകം കരിയർ ആൻഡ് എക്സൈറ്റ്മെന്റ് എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. ഒക്ടോബർ 24-നായിരുന്നു വെബിനാർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ജോലി സാധ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വെബിനാർ എയിമ ഗുജറാത്ത് ഘടകം യൂത്ത് വിംഗ് സംഘടിപ്പിച്ചു. ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ആൻഡ് എക്സൈറ്റ്മെന്റ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നാമകരണം ചെയ്ത വെബിനാർ ആധുനിക സാങ്കേതികവിദ്യയിലെ ഏറ്റവും പുതിയ രൂപമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ആഴത്തിലുള്ള ഉൾക്കാഴ്ച പകർന്നു. വിദ്യാർത്ഥികൾ, തൊഴിൽ അന്വേഷകർ, ജോലി ചെയ്യുന്നവർ, ബിസിനസ് പ്രതിനിധികൾ എന്നു തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത സെമിനാറിൽ ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും ചർച്ചയായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധനും അഗസ്റ്റ് 24 CEO ശ്രീ റോബിൻ ജോസാണ് മുഖ്യ പ്രഭാഷണം നടത്തിയത്. വിവിധ AI കോൺസെപ്റ്റുകൾ, കരിയർ പാത്വേകൾ, ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസ് എന്നിങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചു. ഗുജറാത്ത് യൂത്ത് വിംഗ് കൺവീനർ ആദർശ് നായർ, രക്ഷാധികാരി ശ്രീ മോഹൻ നായർ, ചെയർമാൻ ശ്രീ VPK ഉണ്ണിമേനോൻ, പ്രസിഡന്റ് ശ്രീ ദിനേശ് നായർ, ജനറൽ സെക്രട്ടറി ശ്രീ രാജൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇത് സംഘടിപ്പിച്ചത്. ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയുടെ ഭാഗമായി പാട്നയിലെത്തിയ ശ്രീ ഗോപിനാഥ മുതുകാടിനും സംഘത്തിനും എയിമ ബീഹാർ ഘടകത്തിന്റെയും കേരള അസോസിയേഷൻ ബീഹാറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയുടെ ഭാഗമായി പ്രശസ്ത മജീഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാടും സംഘവും പാട്നയിലെത്തിയപ്പോൾ ബീഹാർ മലയാളി സമൂഹത്തിൽ ആവേശം നിറഞ്ഞു. 13 സംസ്ഥാനങ്ങൾ താണ്ടിയ യാത്ര രാവിലെ ബീഹാർ ഷെരീഫ് നളന്ദയിലെത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ പാട്നയിലെത്തി. എയിമ ബീഹാർ ഘടകവും കേരള അസോസിയേഷൻ ബീഹാറും ചേർന്ന് ശ്രീ മുതുകാടിനെയും സംഘത്തെയും ആവേശപൂർവ്വം സ്വീകരിച്ചു.
വൈകുന്നേരം 6 മണിക്ക് സീക്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 400-ലധികം വരുന്ന സദസ്സിനു മുന്നിൽ നടന്ന ശ്രീ മുതുകാടിന്റെ പ്രോഗ്രാം ആബാലവൃതങ്ങൾക്കൊരു പുതിയ അനുഭവമായി മാറി. 2 മണിക്കൂർ എങ്ങനെ കടന്നുപോയി എന്നറിയാതെ പോയി എന്ന് പറഞ്ഞ് കാണികൾ നിറഞ്ഞ സദസ്സിന്റെ ആവേശം വ്യക്തമാക്കുന്നു. പ്രോഗ്രാമിന് പുറമെ പാട്ന, നളന്ദ, രാജ്ഗീർ തുടങ്ങിയ ചരിത്രപ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ശ്രീ മുതുകാടിനെയും സംഘത്തെയും സന്ദർശിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. ഈ പരിപാടി സംസ്കാരപരമായ ഐക്യത്തിന്റെ പ്രതീകമായും ആത്മീയ അനുഭവമായും മാറി. ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരത് യാത്രയുടെ അഭിമാനകരമായ ഒരു ഘട്ടമായി. എയിമ ഗോവ ഘടകം വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ബോഗ്മലോ ഓൾഡ് ഏജ് ഹോം അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി എയിമ ഗോവ ഘടകം വനിതാ വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ബോഗ്മാലോ ഓൾഡ് ഏജ് ഹോമിലെ 75-ൽ പരം അന്തേവാസികൾക്ക് ഇക്കഴിഞ്ഞ നവംബർ 10 ഉച്ചഭക്ഷണം നൽകുകയുണ്ടായി. അതോടൊപ്പം അന്തേവാസികൾക്ക് ആവശ്യമായ മരുന്നുകളും വിതരണം ചെയ്തു. എയിമ ഗോവ ഘടകം വനിതാ വിംഗ് കൺവീനർ ശ്രീമതി ശശികല ശങ്കരനാരായണൻ പരിപാടിക്ക് നേതൃത്വം നൽകി. എയിമ പശ്ചിമബംഗാൾ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അവരുടെ ആഗ്രഹപ്രകാരമുള്ള ഭക്ഷണം നൽകി നവംബർ മാസത്തിലെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി നടപ്പാക്കി. എയിമ ദേശീയാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ് എയിമ പശ്ചിമബംഗാൾ ഘടകം. ശിശുദിനമായ നവംബർ 14 എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അവരുടെ ആഗ്രഹപ്രകാരമുള്ള ഭക്ഷണം നൽകിയാണ് ഈ മാസത്തെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി നടപ്പിലാക്കിയത്. കൊൽക്കത്ത ജനകാലയം ചൗരാസ്തയിലെ അരുണിമ ഹോസ്പിസിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. ആവശ്യക്കാർക്ക് ഭക്ഷണം എന്ന പദ്ധതിയെ ആവശ്യക്കാർക്ക് ആഗ്രഹിക്കുന്ന ഭക്ഷണം എന്ന തലത്തിലേക്ക് ഉയർത്തിയ പശ്ചിമ ബംഗാൾ ഘടകം ഇക്കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്കും മാതൃകയാവുകയാണ്. രാമധർമ്മ പ്രചാരസഭ ഹൈദരാബാദിൽ ഹിന്ദു സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഭാഗമായി വടക്കൻ മലബാറിന്റെ തനത് അനുഷ്ഠാന കലയായ തെയ്യവും ഉണ്ടായിരുന്നു. രാമധർമ്മ പ്രചാരസഭ ഹൈദരാബാദിൽ സംഘടിപ്പിച്ച ഹിന്ദു സംഗമത്തിന്റെ ഭാഗമായി വടക്കൻ മലബാറിന്റെ തനത് അനുഷ്ഠാന കലയായ തെയ്യം അവതരിപ്പിച്ചു. ജ്ഞാനപീഠമേറാൻ ശ്രീശങ്കരൻ വിനയാകുന്നത് തന്റെ മനസ്സിലെ ഉച്ചനീചത്വ ചിന്തകളാണെന്ന് മനസ്സിലാക്കിയ പരമശിവൻ ചണ്ടാള വേഷത്തിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട പൊട്ടൻ തെയ്യമായിരുന്നു അവതരിപ്പിച്ചത്. അജ്ഞൻ അഥവാ അറിവില്ലാത്തവൻ അഥവാ പൊട്ടനായി പരമശിവൻ അവതാരമെടുത്തെത്തിയതിനാലാണ് ഈ തെയ്യത്തിന് പൊട്ടൻ തെയ്യം എന്ന പേർ ലഭിച്ചത്. എയിമ ഗുജറാത്ത് യൂണിറ്റ്, ബറോഡ നായർ വെൽഫെയർ അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി നവംബർ 10 വഡോദരയിൽ നടത്തി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി എയിമ ഗുജറാത്ത് യൂണിറ്റ്, ബറോഡ നായർ വെൽഫെയർ അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി നവംബർ 10 വഡോദരയിൽ നടത്തി. എയിമ ദേശീയ അച്ചടക്ക സമിതി ചെയർമാൻ ശ്രീ മോഹൻ ബി നായരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഏകോപിപ്പിച്ചത്. ആസാം ഗവർണർക്കും സംസ്ഥാന സർക്കാരിനുമൊപ്പം കേരളപ്പിറവി ആഘോഷിച്ച് എയിമ ആസാം ഘടകം. എയിമ ആസാം ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 5 കേരളപ്പിറവി ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരേയൊരു ഇന്ത്യ എന്ന പദ്ധതിക്ക് കീഴിൽ ആസാം ഗവർണറും ആസാം ഭരണകൂടവുമായി ചേർന്നായിരുന്നു നവംബർ 5, 6 തീയതികളിൽ വിവിധ സംസ്ഥാനങ്ങളുടെ പിറവി ദിനങ്ങൾ കൊണ്ടാടിയത്. കേരളപ്പിറവിയെ ഓർമ്മിക്കാൻ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ കൈക്കൊട്ടിക്കളി, മോഹിനിയാട്ടം എന്നീ കലാരൂപങ്ങളും അതോടൊപ്പം പാലപ്പം, കുറുമ, പുട്ട്, കടല തുടങ്ങിയ പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളും തയ്യാറാക്കിയിരുന്നു. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയം മുൻനിർത്തി നവംബർ 9 കേരളപ്പിറവി ദിനം വിവിധ സംസ്ഥാനങ്ങളുടെ രൂപീകരണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇറ്റാനഗറിൽ ആഘോഷിച്ചു. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയം മുൻനിർത്തി രാജ്ഭവൻ സംഘടിപ്പിച്ച വിവിധ സംസ്ഥാനങ്ങളുടെ രൂപീകരണ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നവംബർ 9 കേരളപ്പിറവി ദിനം വിവിധ പരിപാടികളുടെ ആഘോഷിച്ചു. ഇറ്റാനഗർ രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അരുണാചൽ പ്രദേശ് എയിമ വനിതാ വിഭാഗം അംഗങ്ങൾ പങ്കെടുത്ത തിരുവാതിരയും കുട്ടികൾ അവതരിപ്പിച്ച ഭരതനാട്യവും ഏറെ ശ്രദ്ധയാകർഷിച്ചു. ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ KT പട്നായക്, ഫസ്റ്റ് ലേഡി ശ്രീമതി അനഘ പട്നായക്, അരുണാചൽ പ്രദേശിലെ പ്രവാസി സമൂഹത്തെ പ്രതിനിധീകരിച്ച് നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. Jai
ഐമ രാജസ്ഥാൻ ഘടകവും കേരള ഇന്റർനാഷണൽ കോവിലൻ സ്റ്റഡി ഗ്രൂപ്പും സംയുക്തമായി കോവിലൻ അനുസ്മരണ പ്രഭാഷണം ജയ്പൂരിൽ സംഘടിപ്പിച്ചു. എയിമ രാജസ്ഥാൻ സംസ്ഥാന യൂണിറ്റും ഗുരുവായൂർ കേരള ഇന്റർനാഷണൽ കോവിലൻ സ്റ്റഡി ഗ്രൂപ്പും സംയുക്തമായി കോവിലൻ അനുസ്മരണ പ്രഭാഷണം ജയ്പൂരിലെ എമാനുവൽ മിഷൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 2024 നവംബർ 9 നടന്നു. ചടങ്ങിൽ ശ്രീ ഹരിറാം മീണ IPS മുഖ്യ അതിഥിയായിരുന്നു. ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ, മുൻ വൈസ് ചാൻസലർ, ഹർദേവ് ജോഷി യൂണിവേഴ്സിറ്റി മുഖ്യ പ്രഭാഷണം നടത്തി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീമതി നന്ദിനി മേനോൻ, ജയ്പൂരിലെ മുതിർന്ന പത്രപ്രവർത്തകനായിരുന്ന ശ്രീ കൊടുങ്ങല്ലൂർ രാഘവൻ എന്നിവരെ ഈ അവസരത്തിൽ ആദരിച്ചു. ഡോക്ടർ KS വികുമാർ രചിച്ച കോവിലൻ എന്ന ഇന്ത്യൻ എഴുത്തുകാരൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. പ്രസ്തുത ചടങ്ങിൽ ഐമ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ്, ഐമ രാജസ്ഥാൻ സെക്രട്ടറി K അനിൽകുമാർ, ഐമ വനിത വിഭാഗം കൺവീനർ ശ്രീമതി പ്രശോഭരാജൻ, ശ്രീ ചിത്തരഞ്ജൻ നായർ എന്നിവർ സംസാരിച്ചു. ഐമ വോയിസ് കർണാടക സംസ്ഥാനതല സംഗീത മത്സരം 5ാം സീസൺ നവംബർ 24 മുതൽ. കർണാടകയിലെ മലയാളികൾക്കായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കർണാടകയുടെ നേതൃത്വത്തിൽ മികച്ച ഗായകരെ കണ്ടെത്തുവാനായി സംഘടിപ്പിക്കുന്ന സംഗീത മത്സരം എയിമ വോയിസ് 2024 കർണാടക നവംബർ 24 ബംഗളൂരുവിൽ നടക്കും. സംഗീതത്തിൽ അഭിരുചിയുള്ള പ്രായം 13 മുതൽ 19 വരെ, 20 മുതൽ 29 വരെ, 30 മുകളിൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് മത്സരങ്ങൾ. ഓഡിഷൻ 24 ബംഗളൂരു ECAയിൽ രാവിലെ 9:30 മുതൽ. കർണാടകയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഓഡീഷനിൽ പങ്കെടുക്കുവാൻ സൗകര്യമുണ്ട്. 1ാം സമ്മാനം 20,000 രൂപ, 2ാം സമ്മാനം 10,000 രൂപ, 3ാം സമ്മാനം 5,000 രൂപ കൂടാതെ ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകും. ശ്രീമതി ലതാ നമ്പൂതിരി ചെയർപേഴ്സണായ കമ്മിറ്റിയാണ് എയിമ വോയിസ് സംഗീത മത്സരത്തിന് നേതൃത്വം നൽകുന്നത്. ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ പരിപാടിയുടെ ഫൈനൽ മത്സരം മുൻവർഷങ്ങളിൽ ഫ്ലവേഴ്സ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ളവർ പ്രോഗ്രാം കൺവീനർമാരുമായി ബന്ധപ്പെടണമെന്ന് എയിമ കർണാടക പ്രസിഡന്റ് ലിംഗൻ വാസുദേവൻ, സെക്രട്ടറി വിനു തോമസ് എന്നിവർ അറിയിച്ചു. രജിസ്ട്രേഷന് ബിനു VR 9986387746, രമേശ് കൃഷ്ണൻ 8431911131 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഡൽഹി രാജ്യാന്തര കഥകളി കേന്ദ്രത്തിനു കീഴിലുള്ള കഥകളി സ്കൂളിന്റെ വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ഡൽഹി രാജ്യാന്തര കഥകളി കേന്ദ്രത്തിനു കീഴിലുള്ള കഥകളി സ്കൂളിന്റെ വാർഷികം സമുചിതമായി ആഘോഷിച്ചു. 2024 നവംബർ 10 ന്യൂഡൽഹി കുത്തബ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയയിലെ ICK ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അറ്റോർണി ജനറൽ ശ്രീ R വെങ്കട്ടരമണി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ ശ്രീ ആകാശ പാട്ടിൽ, RK പുരം കേരള സ്കൂൾ ചെയർമാൻ ശ്രീ KP മേനോൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ICK പ്രസിഡന്റ് ശ്രീ ബാബു പണിക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജനറൽ ഡോക്ടർ ഡെലോണി മാനുവൽ, ട്രഷറർ ശ്രീ RM.S. നായർ, പ്രിൻസിപ്പൽ തിരുവട്ടാർ ജഗദീശൻ എന്നിവർ സംസാരിച്ചു. 10 സംസ്ഥാനങ്ങളുടെയും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും രൂപീകരണ ദിനം ഡൽഹി രാജ്ഭവനിൽ ആഘോഷിച്ചു. ഡൽഹി രാജനിവാസിൽ 10 സംസ്ഥാനങ്ങളുടെയും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മൗലിക ദിനം ആഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന് ഊന്നൽ നൽകി മനോഹരമായ കലാപ്രകടനങ്ങൾ നിറഞ്ഞ സദസ്സിൽ അവതരിപ്പിച്ചു. തമിഴ്നാടിന്റെ ഭരതനാട്യം, ആൻഡമാൻ നിക്കോബാറിന്റെ നിക്കോബാരി നൃതി, ആന്ധ്രയുടെ കുച്ചിപ്പുടി, ഛത്തീസ്ഗഡിന്റെ കർമ്മനൃത്തം, കേരളത്തിന്റെ മോഹിനിയാട്ടം കളരിബേറ്റ് എന്നിവയുടെ സമന്വയം, പഞ്ചാബിന്റെ ബാംഗ്ര തുടങ്ങി വിവിധ കലാരൂപങ്ങൾ കാണികളെ മോഹിപ്പിച്ചു. ആൻഡമാൻ, ചണ്ഡീഗഡ്, ഡൽഹി, ജമ്മു ആൻഡ് കശ്മീർ, ലക്ഷദ്വീപ്, പുതുച്ചേരി, കർണാടക, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്കുള്ള അഭിനന്ദനങ്ങളോടെ ആഘോഷങ്ങൾ സമാപിച്ചു. ജനസംസ്കൃതി സർഗോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ കാനിങ്ങ റോഡ് കേരള സ്കൂളിലെ മഹാത്മാഗാന്ധി നഗറിൽ നടന്നു. ജനസംസ്കൃതി സർഗോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ കാനിങ്ങ റോഡ് കേരള സ്കൂളിലെ മഹാത്മാഗാന്ധി നഗറിൽ നടന്നു. സമാധാനത്തിനും സൗഹാർദ്ദത്തിനും എന്നതാണ് ഈ വർഷം സർഗോത്സവത്തിന്റെ പ്രമേയം. അശ്വമേധം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സുഗതകുമാരിയുടെ നീ എന്നെ അറിയില്ല എന്ന കവിതയുടെ നൃത്താവിഷ്കാരം പ്രമുഖ നർത്തകി ഡോക്ടർ ബിന്ദു കൃഷ്ണപ്രദീപ് അവതരിപ്പിച്ചു. തുടർന്ന് സർഗോത്സവം കേന്ദ്രതല മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണം നടന്നു. കവിയും ഗാനരചയിതാവും ലോക റെക്കോർഡ് ജേതാവുമായ ദീപു RS ചടയമംഗലത്തിന് ഭാരതശ്രീ ദേശീയ അവാർഡ് ലഭിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവും ലോക റെക്കോർഡ് ജേതാവുമായ ദീപു RS ചടയമംഗലത്തിന് നാഷണൽ ട്രേഡ് വെൽഫെയർ കൗൺസിലും ഹ്യൂമൻ വെൽഫെയർ കൗൺസിലും സംയുക്തമായി ഏർപ്പെടുത്തിയ ഭാരതശ്രീ ദേശീയ അവാർഡ് ലഭിച്ചു. ഹരിയാനയിൽ നിന്നുള്ള രാജ്യസഭ MP കാർത്തികേയ ശർമ്മ NHWC വികസിത ഭാരത് നാഷണൽ കോൺഫറൻസും പുരസ്കാരദാനവും ഉദ്ഘാടനം ചെയ്തു. NHWC ദേശീയ ഉപദേശക ബോർഡ് അംഗം പ്രശാന്ത് അവസ്ഥി സ്വാഗതം ആശംസിച്ചു. നോയിഡ അയ്യപ്പ സേവാ സമിതിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. നോയിഡ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റായി ശ്രീ TP നന്ദനെയും സെക്രട്ടറിയായി ശ്രീ K വേണുഗോപാലനെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് ശ്രീ P രാമദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായി TK അജയൻ, G വെങ്കടകൃഷ്ണൻ, KP ഷാജി എന്നിവരെയും ട്രഷറർ ശ്രീ മോഹൻകുമാർ നായർ, ജോയിന്റ് ട്രഷറർമാരായി ശ്രീ അനിൽകുമാർ നായർ, ശ്രീ TP അശോകകൃഷ്ണൻ എന്നിവരെ കൂടാതെ 12 അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും തെരഞ്ഞെടുത്തു. ഡൽഹി കലാകേരളത്തിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. കലാകേരളം ഡൽഹിയുടെ 19ാമത് വാർഷികാഘോഷ പരിപാടികൾ നവംബർ 9 വൈകിട്ട് മയൂർ വിഹാർ ഫേസ് 1 കാർത്തിയാനി ഓഡിറ്റോറിയത്തിൽ ആഘോഷിക്കുകയുണ്ടായി. ശ്രീ അനീഷ് P രാജൻ IRS ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കലാകേരളം പാട്രൺ ഡോക്ടർ രമേശ് നമ്പ്യാർ, എയിമ നാഷണൽ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ,
വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹി റീജിയൻ പ്രസിഡന്റ് ശ്രീ മാനുവൽ മെഴുക്കനാൽ, കലാകേരളം പ്രസിഡന്റ് ശ്രീ ബാബു നമ്പ്യാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കലാകേരളം സെക്രട്ടറി ശ്രീ പ്രദോഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ശ്രീ ഹരി നമ്പ്യാർ കൃതജ്ഞതയും ആശംസ ചടങ്ങിൽ 10ലും 12ലും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അക്കാഡമിക് എക്സലൻസ് അവാർഡ് നൽകുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ 15 വർഷമായി കലാകേരളം നടത്തിവരുന്ന മലയാള പഠന ക്ലാസ്സിലെ അധ്യാപകരെ ആദരിച്ചു. കൂടാതെ കഴിഞ്ഞ 10 വർഷമായി കലാകേരളം നൽകുന്ന ആദരവ് കലാകാരന്മാർക്ക് നൽകുന്ന ആദരവ് ഡോക്ടർ സുമേഷ് പി വി കളരി ഗുരുക്കൾ ഏറ്റുവാങ്ങി. പ്ലേബാക്ക് സിംഗർ സുമേഷ് അരൂർ ആലപിച്ച കലാകേരളത്തിന്റെ ശീർഷഗാനത്തോടുകൂടി പരിപാടിക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് കലാകേരളത്തിന്റെ കലാകാരികളെ അവതരിപ്പിച്ച ഡാൻസ് പരിപാടികൾ, നാട്ടിൽ നിന്നെത്തിയ കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷന്റെ ഗാനമേളയും നാടൻപാട്ടും ജഗ്ലർ വിനോദിന്റെ വിസ്മയ പ്രകടനവും അരങ്ങേറി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരെയും കലാകേരളം മെമ്മോറിയൽ നൽകി ആദരിച്ചു. തുടർന്ന് വിഭവസമൃദ്ധമായ അത്താഴ വിരുന്നോടുകൂടി പരിപാടിക്ക് പരിസമാപ്തി കുറിച്ചു. പൊന്നാരിയൻ പാടത്തും ഉത്സവവേളം നമ്മൾ തുടികൊട്ടി അടിവെച്ച് താളമിട്ടില്ലേ, തട്ടൊടുത്ത് ഞൊറിയിട്ട് കുറിയിട്ടൂര് ഒന്നു വട്ടമിട്ട് കൈകൊട്ടി പൂപ്പൊലി പാടാം. കുളിര കുളിര കുടി കൊട്ടിന തകിട തകിട തകതിത്തര തെലുത്ത് തെലുത്ത് വിള വിളകി വര 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 കൊട്ടട ഉയിരിൻ ഉയിരെ പാടൂ നമ്മളൊന്നല്ലേ, കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പകണ് പകണ് നിറപറയറ നിറയട്ടെ തന്തിര തന്താര, കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പകണ് പകണ് നിറപറയറ നിറയട്ടെ തന്തിര തന്താര. ആരാന്നേ ആരാന്നേ ഒത്തു പിടിക്കുന്ന ആരാന്നേ, തീയാടാൻ നിറയാടാൻ മാണിക്കക്കാരി കുറഞ്ഞാടാൻ, ഓരാന്ന് ഓരാന്ന് എത്തു പിടിക്കുന്നതോരാന്ന്, നേരാന്നേ നേരാന്നേ കുട്ടിന് വന്നത് വരാന്നേ. മണ്ണാണ് മണ്ണാണ് പൊണ്ണു വിളയണ മണ്ണാണ്. പോലരും വന്നവരും ചോര പൊടിച്ചൊരു മണ്ണാണ്, പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പകണ് പകണ് നിറപറയറ നിറയട്ടെ തന്തിര തന്താര, പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പകണ് പകണ് നിറപറയറ നിറയട്ടെ തന്തിര തന്താര. ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന സ്ഥാനമേറ്റു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 64-കാരനായ അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസായി അടുത്ത 6 മാസത്തേക്കാണ് കാലാവധി. അടുത്ത വർഷം മെയ് 13-ന് അദ്ദേഹം വിരമിക്കും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി. നോർക്ക ട്രിപ്പിൾ വിൻ 500+ ആഘോഷം സംഘടിപ്പിച്ചു. അഭിമാനകരമായ നേട്ടമെന്ന് പി ശ്രീരാമകൃഷ്ണൻ. നോർക്ക ട്രിപ്പിൾ വിന് കേരള പദ്ധതിയുടെ ഭാഗമായി 528 നഴ്സുമാർ ജർമ്മനിയിലെത്തിയതിന്റെ ആഘോഷം തിരുവനന്തപുരത്ത് ഗ്രാൻഡ് ഹയാത്തിൽ നടത്തി. ജർമ്മൻ ഐക്യദിനം, ബെർലിൻ മതിൽ പതനത്തിന്റെ 35ാം വാർഷികം എന്നിവയോട് അനുബന്ധിച്ചായിരുന്നു 500+ പരിപാടി. നോർക്ക റൂട്ട്സിന്റെ പിന്തുണ പദ്ധതിയുടെ വിജയത്തിന് നിർണായകമാണെന്ന് ജർമ്മൻ കോൺസുൽ ജനറൽ അച്ചിം ബുഗാർഡ് അഭിപ്രായപ്പെട്ടു. ഗോയിദേ സെന്റർ ചെയർപേഴ്സൺ ജി വിജയരാഘവൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ് നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർപേഴ്സൺ പി ശ്രീരാമകൃഷ്ണൻ ആശംസകൾ നേർന്നു. അജിത് കോളശ്ശേരി, നോർക്ക റൂട്ട്സ് സിഇഒ, ട്രിപ്പിളുവിന്റെ മാതൃകാപരമായ പ്രവർത്തനശൈലി അഭിമാനകരമാണെന്നും അഭിപ്രായപ്പെട്ടു. 2021 ഡിസംബറിൽ ആരംഭിച്ച പദ്ധതി ഇതുവരെ 528 നഴ്സുമാരെ ജർമ്മനിയിലെ 12 സംസ്ഥാനങ്ങളിലെ ആശുപത്രികളിൽ നിയമിച്ചു. 1400 പേർ മറ്റു ഘട്ടങ്ങളിൽ നിന്നും മടങ്ങി നീക്കും. ജർമ്മൻ ഫെഡറൽ ഏജൻസിയുമായുള്ള സഹകരണത്തോടെ കൗശലപ്രാപ്തിയും ഭാഷാവിദ്യയും ഉറപ്പു നൽകുന്ന പദ്ധതി രാജ്യത്തിനു മുന്നിൽ. കേരള സമാജം ജാംഷഡ്പൂർ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജാംഷഡ്പൂർ കേരള സമാജത്തിന്റെ 83ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലയാളി വിദ്യാർത്ഥികൾക്കു വേണ്ടി നടത്തിയ ക്വിസ് മത്സരം നവംബർ 9 ശനിയാഴ്ച വൈകുന്നേരം സമാജം ഓഡിറ്റോറിയത്തിൽ വെച്ചു നടന്നു. ജൂനിയർ വിഭാഗത്തിനും സീനിയർ വിഭാഗത്തിനും പ്രത്യേകം തയ്യാറാക്കിയ മത്സരത്തിൽ ക്വിസ് മാസ്റ്റർ എയിമ ജാർഖണ്ഡ് യൂത്ത് വിംഗ് കൺവീനർ ശ്രീ വിനോദ് മേനോൻ നേതൃത്വം നൽകി. സമാജം അംഗങ്ങൾക്കായി 2024 നവംബർ 11 നടത്തിയ മലയാളം ക്വിസ് കേരള കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന വിഷയത്തെക്കുറിച്ച് സമാജം ചെയർമാൻ ശ്രീ KPG നായർ നേതൃത്വം നൽകി. മലയാളം ക്വിസിൽ ശ്രീ അനിൽകുമാറും സുശീല അനിലും 1ാം സമ്മാനം കരസ്ഥമാക്കിയപ്പോൾ ശ്രീ വിനോദനും രേഷ്മ വിനോദനും 2ാം സ്ഥാനം കരസ്ഥമാക്കി. ആര്യ ശരത്തും ശുഭമോഹനനും 3ാം സ്ഥാനത്തെത്തി. 2 ക്വിസുകളിലും നല്ല പങ്കാളിത്തവും പൊതുജന അഭിപ്രായവുമായിരുന്നു. മത്സരങ്ങളുടെ സമ്മാനദാനം 17-ന് നടക്കുന്ന വാർഷികാഘോഷ പരിപാടികളിൽ നൽകുന്നതായിരിക്കും. ജാംഷഡ്പൂരിലെ മുൻകാല മലയാളികളുടെ അപൂർവ സംഗമം കൊച്ചിയിൽ നടന്നു.
ജംഷഡ്പൂർ കേരള സമാജത്തിന്റെ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ മുൻകാല മലയാളികളുടെ വാർഷിക സംഗമം ഒക്ടോബർ 26-ാം തീയതി എറണാകുളത്തെ ഭാരത് ഹോട്ടലിൽ വെച്ച് രാവിലെ 10 മണിക്ക് ചേർന്നു. എക്സ് ജംഷഡ്പൂർ മലയാളി മീറ്റ് എന്ന പേരിൽ കേരളത്തിലെ ഉടനീളമുള്ള മെമ്പർമാർ പങ്കെടുത്തിരുന്നു. സമാജത്തിന്റെ മുൻ പ്രഥമ ഭാരവാഹികളടക്കം 150-ഓളം അംഗങ്ങൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. കൺവീനർമാർ ശ്രീ KC ഫ്രാൻസിസ്, ശ്രീ KT സെബാസ്റ്റ്യൻ, ശ്രീ RC ദാസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന യോഗത്തിൽ ജംഷഡ്പൂർ കേരള സമാജം ചെയർമാൻ ശ്രീ KPG നായർ മുഖ്യ അതിഥിയായിരുന്നു. പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ വിശിഷ്ട അതിഥിയായിരുന്നു. തത്സമയം സംഘടന മനോഹരമായി തയ്യാറാക്കിയ 448 അംഗങ്ങളുടെ വിശദ വിവരങ്ങളടങ്ങിയ ഒരു മെമ്പേഴ്സ് ഡയറക്ടറി പ്രകാശനം ചെയ്തു. ജംഷഡ്പൂർ സമാജത്തിന്റെ മുൻകാല പ്രവർത്തകരുടെ സമാജത്തിനുവേണ്ടി നടത്തിയ അശ്രാന്ത പരിശ്രമത്തെ ചെയർമാനും പ്രസിഡന്റും ഓർമ്മിച്ചു പ്രശംസിച്ചു. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കായി രണ്ടുപേരും എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. യോഗം 4 മണിയോടെ അവസാനിച്ചു. ചില മാനസിക വൈകല്യങ്ങൾ ഭക്ഷണരീതികളെ ബാധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ഭക്ഷണ സ്വഭാവങ്ങളിലെ നിരന്തരമായ അസ്വസ്ഥതകളാൽ സവിശേഷമായ ഗുരുതരമായ മാനസികാരോഗ്യ അവസ്ഥയാണ് ഭക്ഷണക്രമ വൈകല്യങ്ങൾ. പ്രായം, ലിംഗഭേദം, പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ആരെയും അവ ബാധിക്കാം. എന്നിരുന്നാലും കൗമാരക്കാരിലും യുവാക്കളിലും ഇത് സാധാരണമാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. സാധാരണ ഭക്ഷണ ക്രമക്കേടുകൾക്ക് 3 പ്രധാന തരങ്ങളുണ്ട്: അനോറെക്സിയ നെർവോസ ആൻഡ് ബുലിമിയ നെർവോസ, BN ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, BED. ഇവ കൂടാതെ റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ, AFED, ഓർത്തോറെക്സിയ എന്നിവയും ഇവയിൽ ഉൾപ്പെടുന്നു. ഭക്ഷണക്രമക്കേടുകൾ ശാരീരികവും വൈകാരികവുമായ ലക്ഷണങ്ങൾക്ക് കാരണമാകും. ശാരീരികമായി അവ ഗണ്യമായ ഭാരം കുറക്കൽ, അമിതമായ ഭക്ഷണ നിയന്ത്രണം, അമിതമായ വ്യായാമം, ക്ഷീണം, തലകറക്കം, മുടി കൊഴിച്ചിൽ, ദഹനപ്രശ്നങ്ങൾ, ആർത്തവചക്രത്തിലെ മാറ്റങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. ഭക്ഷണവും ശരീരത്തിന്റെ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ, ലജ്ജ, അസ്വസ്ഥത എന്നിവ സാമൂഹികവൽക്കരണം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളതാക്കുന്നു. ഇത് ഒറ്റപ്പെടലിനും ബന്ധങ്ങൾ വഷളാക്കുന്നതിനും മാനസികാരോഗ്യത്തിൽ കൂടുതൽ തകർച്ചയ്ക്കും ഇടയാക്കും. ഉലകനായകൻ എന്ന പുകഴ്ത്തൽ വേണ്ടെന്ന് കമൽഹാസൻ. ഉലകനായകൻ എന്ന വിശേഷണത്തോട് മടുപ്പ് പ്രകടിപ്പിച്ച് കമൽഹാസൻ ഇനി മുതൽ അങ്ങനെ വിളിക്കരുതെന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത പ്രസ്താവനയിൽ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കലയാണ് ഏറ്റവും ശ്രേഷ്ഠം, നടൻ അതിനു മുകളിലല്ല. അനേകം പേരുടെ കഠിനാധ്വാന ഫലമാണ് സിനിമ. ഇപ്പോഴും സിനിമയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന കേവലമൊരു വിദ്യാർത്ഥിയാണ് താൻ. അതുകൊണ്ട് ഉലകനായകൻ എന്ന് വിളിക്കരുതെന്നാണ് അഭ്യർത്ഥന. ആരാധകരോട് മാത്രമല്ല, മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും പാർട്ടി പ്രവർത്തകരോടും എല്ലാവരോടുമാണ് ഈ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. കമൽഹാസൻ, കമൽ, KH എന്നിങ്ങനെ വിളിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉലകനായകൻ എന്ന വിശേഷണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന സ്നേഹവായ്പിന് അദ്ദേഹം നന്ദിയും കടപ്പാടുമുണ്ടെന്ന് പറഞ്ഞു. ഡൽഹി മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവം നവംബർ 16 മുതൽ ഡിസംബർ 26 വരെ. മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവം 16 മുതൽ ഡിസംബർ 26 വരെ നടക്കും. എല്ലാ ദിവസവും ഭജന, നാമസങ്കീർത്തനം, ശാസ്ത്രീയ സംഗീതം എന്നിവയുണ്ടായിരിക്കും. കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ പങ്കെടുക്കും. 15-ന് രാത്രി കുടുവപൂജ. 16-ന് പാലക്കാട് ചേർപ്പളശ്ശേരിയിൽ നിന്നുള്ള ശ്രീധർമ്മശാസ്ത്ര അയ്യപ്പൻ വിളക്ക് സംഘം ക്ഷേത്രത്തിലെ ഗോകുലം ഗ്രൗണ്ടിൽ പൂജകൾ നടത്തും. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ദീപാരാധന, ഉടുക്കുപാട്ട് എന്നിവയുണ്ടായിരിക്കും. 17-ന് രാവിലെ ഗുരുതിയോടെ അയ്യപ്പൻ വിളക്ക് പൂജകൾ സമാപിക്കും. ഡിസംബർ 14-ന് ശാസ്താപ്രീതി, 26-ന് അഷ്ടകലാശാഭിഷേകവും പൂർണ്ണാഭിഷേകവും വിശേഷാൽ പൂജകളും. എല്ലാ ദിവസവും രാത്രി 9-ന് ലഘുഭക്ഷണവും ശനി, ഞായർ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. ഭക്തിയുടെ വഴിയിലൂടെ മണ്ഡലകാലത്തിന് തുടക്കം. ശബരിമലയിലേക്ക് തീർത്ഥാടനം ആരംഭിച്ചു. വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് ആരംഭമായി. വൃശ്ചിക സൂര്യന്റെ ആദ്യകിരണങ്ങൾ എത്തുന്നതിനു മുൻപേ കുളിച്ച് ദേഹശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി ലക്ഷങ്ങൾ ഇന്ന് തുളസിക്കുരുമാലയണിഞ്ഞ് ശബരിമല വ്രതം ആരംഭിച്ചു. കലിയുഗ വരദന്റെ അനുഗ്രഹത്തിനായി ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റാതെ 41 ദിവസത്തെ കഠിനവ്രതവുമായി പൊന്നു 18-ാം പടി ചവിട്ടാൻ തയ്യാറെടുക്കുന്ന ഭക്തർ ഏറെയായതോടെ അന്തരീക്ഷത്തിലെങ്ങും ശരണം വിളികൾ മുഴങ്ങി. കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലായുള്ള അയ്യപ്പക്ഷേത്രങ്ങളിലും ഇന്ന് വൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. മലയാളികൾക്ക് പുറമെ സഹ്യനപ്പുറം വളർന്ന അയ്യപ്പ പെരുമ ഏറ്റെടുത്ത് തദ്ദേശവാസികളും കൂട്ടമായി ക്ഷേത്രങ്ങളിലെത്തി അയ്യപ്പ ദർശനം നടത്തി. പല അയ്യപ്പ ക്ഷേത്രങ്ങളിലും ഇന്നു മുതൽ ഒരു മണ്ഡലകാലം മുഴുവൻ അന്നദാനമുണ്ടായിരിക്കും. അതുകൂടാതെ അയ്യപ്പ സ്തുതികൾ നിറയുന്ന സന്ധ്യാവേളകളിൽ ഭജനകളും ഭക്തിഗാനങ്ങളുമായി ഇനി ഇന്ത്യയിലെ വിവിധ അയ്യപ്പ ക്ഷേത്രങ്ങൾ തിരക്കിലാകും. ഏവർക്കും എയ്മ ന്യൂസിന്റെ മണ്ഡലകാല ആശംസകൾ. ഇതോടെ ഈ ആഴ്ചയിലെ പ്രതിവാര വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.